ഇതാണ് എൻ്റെ കിച്ചൺ. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് എൻ്റെ കിച്ചൻ്റെ വീഡിയോ ഒന്ന് കാണിക്കുമെന്ന്. എൻ്റെ കിച്ചൺ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചണാണിത്. ഇത് വലിയൊരു ഹോളാണ്. ഇതിനകത്ത് ലിവിങ് റൂമുണ്ട്, പിന്നെ ഡൈനിങ് റൂമുണ്ട്, പിന്നെ നിങ്ങളിപ്പോൾ ഏറ്റവും അവസാനം കാണുന്നതാണ് കിച്ചൺ. ഈ ഓപ്പൺ ആയിട്ടുള്ള കിച്ചണാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ നിന്നിട്ട് എന്തെങ്കിലും അവർക്ക് പണിയെടുക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. കാരണം മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വന്നാലും എല്ലാവരും ഇരിക്കുന്നത് ഈ ഹോളിലായിരിക്കും. നമുക്ക് എല്ലാവരെയും കാണുകയും ചെയ്യാം, എപ്പോഴും വർത്തമാനം പറയുകയും ചെയ്യാം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഒരു 2-3 പേരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വീട്ടിൽ കിച്ചണിൽ ഒന്നല്ലെങ്കിൽ അമ്മയും അപ്പനും ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മ തന്നെയായിരിക്കും. അപ്പോൾ എപ്പോഴും ഓപ്പൺ കിച്ചണാണ് എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടം. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഓപ്പൺ കിച്ചൺ പണിയുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും കംപ്ലൈൻ്റായിട്ട് പറയുന്ന 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് പറയുന്നത് പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേന്ന്. പക്ഷെ എനിക്ക് തോന്നിയേക്കുന്നത് നമ്മളറിയാത്ത ആരും നമ്മുടെ വീട്ടിലേക്ക് അധികം അങ്ങനെ വരില്ല. പിന്നെ അങ്ങനെ വല്ലവരും വരാണെങ്കിൽ തന്നെ അത് വല്ലപ്പോഴും 1-2 പേരായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇഷ്ടം മാറ്റി വയ്ക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളിപ്പോൾ നാട്ടിൽ വീട് പണിയുന്നുണ്ട്. ഞാനും അവിടെയും ഇതേപോലെ തന്നെ ഓപ്പൺ കിച്ചണായിട്ടാണ് പണിയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കറി വയ്ക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് വീടിൻ്റെ എല്ലായിടത്തും വരുമെന്ന്. പക്ഷേ ഇപ്പോൾ നല്ല എക്സോസ്റ്ററൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ എപ്പോഴും വീട്ടിലേക്ക് മീനൊക്കെ എപ്പോഴും വറുക്കണ ഒരാളാണത്. അപ്പോൾ അതുകൊണ്ട് എക്സോസ്റ്റർ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്മെല്ല് ഇന്നേ വരെ തോന്നിയിട്ടില്ല. പിന്നെ കിച്ചൺ പണിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് പണിയുമ്പോൾ കൗണ്ടർ ടോപ്പിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കണം. കൗണ്ടർ ടോപ്പ് ആ വീട്ടിലെ അമ്മമാരുടെ പൊക്കിളിൻ്റെ ഹൈറ്റിലായിരിക്കണം കൗണ്ടർ ടോപ്പ് പണിയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്കും കിച്ചണൊക്കെയും എല്ലാവരും നല്ല ഭംഗിയിൽ പണിയും. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരുതെല്ലാ കിച്ചണിൻ്റെയും കൗണ്ടർ ടോപ്പ് ഒരുപാട് താണിട്ടാണ് ഇരിക്കുക. അങ്ങനെ കൗണ്ടർ ടോപ്പ് കുറച്ച് താണിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പണിയെടുക്കുമ്പോഴായിരുന്നാലും ഒന്ന് കുമ്പിട്ടിട്ട് വേണം പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മളങ്ങനെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തണ്ടൽ വേദന വരും. ഇപ്പോൾ കൗണ്ടർ ടോപ്പ് നമ്മുടെ പൊക്കിളിൻ്റെ അത്രയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കട്ട് ചെയ്യുമ്പോഴായിരുന്നാലും നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ പണിത് കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടാണ് കിച്ചണിൻ്റെ അടുപ്പ് വയ്ക്കുന്നത്. ഇവിടെ റെഡിമെയ്ഡായിട്ട് കുക്കിംഗ് റേഞ്ചായിട്ടാണ് വരുന്നത്. അതും ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുക്കിങ്ങിൻ്റെ അടുപ്പ് വയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കൗണ്ടർ ടോപ്പിൻ്റെ സെയിം ലെവലിൽ നിൽക്കണം ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുക്കിങ്ങിൻ്റെ അടുപ്പ് വയ്ക്കുമ്പോൾ. അപ്പോൾ കുക്കിങ്ങിൻ്റെ അടുപ്പ് വയ്ക്കുന്ന ആ സ്ഥലത്തെ കൗണ്ടർ ടോപ്പ് മാത്രം കുറച്ച് താഴ്ത്തി വയ്ക്കണം. അത് കുക്കിങ്ങിൻ്റെ അടുപ്പ് വെച്ച് കഴിയുമ്പോൾ മറ്റേ കൗണ്ടർ ടോപ്പിൻ്റെ സെയിം ലെവലിൽ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ അടുപ്പ് കുറച്ച് ഹൈറ്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ നേരം ഇട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പെട്ടെന്ന് കഴയ്ക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കൗണ്ടർ ടോപ്പിൻ്റെ കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് പറയാനുള്ളത്. ഈ കൗണ്ടർ ടോപ്പ് ഒരുപാട് താണിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലെ സിങ്കും ഒരുപാട് താണു പോകും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിന്ന് പാത്രങ്ങളൊക്കെ കുമ്പിട്ട് നിന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പരാതിയാണ് പാത്രം കുറച്ച് നേരം കൂടുതൽ നിന്ന് കഴുകുമ്പോൾ തണ്ടൽ വേദന എടുക്കണമെന്ന്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം ഇതാണ്. നമ്മുടെ നാട്ടിലെ അടുക്കളയിലെ സിങ്കൊക്കെ ഒരുപാട് താണിട്ടായിരിക്കുക. അപ്പോൾ സിങ്ക് വയ്ക്കുമ്പോഴായിരുന്നാലും അതേപോലെ അത്യാവശ്യം ഹൈറ്റിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കിച്ചൻ്റെ ഇവിടെ ഈ സൈഡിലായിട്ട് 2 വലിയ കബേർഡ് ഉണ്ട്. ഈ 2 വലിയ കബേർഡ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിൻ്റെ ഉള്ള ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് എൻ്റെ തേങ്ങ ചിരണ്ടണ ചിരവിനത്. ഈ ചിരവയുടെ നാക്ക് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇത് ഇതേപോലെ ചിരവയാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്നതാണത്. ഞാനെപ്പോഴും തേങ്ങ ചിരണ്ടണത് ഇത് വെച്ചിട്ടാണ്. ഈ കിച്ചൻ്റെ ഈ ഫുള്ളായിട്ടുള്ള റൂം ഞാൻ കാണിച്ചു തരാം.